രഞ്ജി ബാലകൃഷ്ണൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സുകൃതഹോമം ഷീട്ടാക്കാൻ പറ്റി, പക്ഷെ പ്രസാദം വാങ്ങാൻ തരായില്ല. എന്തെങ്കിലും തെറ്റ് ആയി പോകുമോ എന്നാണ്, ദോഷം എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അങ്ങനൊന്നുമില്ല കേട്ടോ. നമ്മുടെ വകയായിട്ട് സുകൃതഹോമം ഷീട്ടാക്കാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ്. അതിൻ്റെ ഒരു ഭാഗമാവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ പ്രസാദം ലഭിച്ചാൽ അത് സേവിക്കുന്നത് ഉത്തമമാണ്. എങ്കിൽ പോലും നമ്മുടെ സാഹചര്യം നമ്മളെക്കാൾ നന്നായി അറിയാം നമ്മുടെ ഉണ്ണികൃഷ്ണന്. അതുകൊണ്ട് തന്നെ പ്രസാദം വാങ്ങിയിട്ടില്ല എന്ന് കരുതി ഒരു ദോഷവും സംഭവിക്കാനില്ല കേട്ടോ. ഒരു വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസാദം കൂടി സ്വീകരിക്കുമ്പോഴാണ് ആ വഴിപാടിന് പൂർണ്ണത വരിക എന്നാണ് പറയാറുള്ളത്. പ്രസാദം വാങ്ങുക മാത്രമല്ല കേട്ടോ, അത് കഴിക്കുകയും കൂടി വേണം എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇതെല്ലാവർക്കും എല്ലാ സമയത്തും സാഹചര്യവശാൽ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ സാധിക്കാത്ത ഭക്തർ ഒരിക്കലും വിഷമം വിചാരിക്കേണ്ട. ആ വഴിപാട് ഞാൻ വന്നില്ലെങ്കിൽ അവിടെ മുടങ്ങി പോവുക, അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ ഷീട്ടാക്കി കഴിഞ്ഞാൽ ആ വഴിപാട് എന്തായാലും നടത്തപ്പെടും. എന്നാൽ അതിൻ്റെ പ്രസാദം സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കരുതി ദോഷമൊന്നും സംഭവിക്കാനില്ല കേട്ടോ.